നയതന്ത്രത്തിന്റെ വഴിയിലൂടെയുള്ള സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ തീപ്പൊരികൾ അണയാതെ പുകയുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാൻ ഖത്തർ, ഒമാൻ, പാകിസ്ഥാൻ തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങൾ തീവ്ര ശ്രമം നടത്തുന്നതിനിടയിലാണ് മേഖലയെ വീണ്ടും അങ്കലാപ്പിലാക്കിക്കൊണ്ട് തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപക ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വൻ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ താൽക്കാലികമായൊരു ശാന്തത ദൃശ്യമായെങ്കിലും ഇറാൻ പിന്തുണയുള്ള വിവിധ സായുധ ഗ്രൂപ്പുകൾ വഴിയുള്ള പരോക്ഷ യുദ്ധം കൂടുതൽ കടുക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. സൗദി അറേബ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകൾ, യമൻ തീരത്തെ ചെങ്കടൽ കപ്പൽപാതകൾ, വടക്കൻ ഇറാഖിലെ കുർദ് താവളങ്ങൾ എന്നിവയിലേക്ക് ഒരുപോലെ നീണ്ട ആക്രമണ ശ്രമങ്ങൾ പശ്ചിമേഷ്യൻ ഭൂരാഷ്ട്രീയത്തെ കടുത്ത അനിശ്ചിതത്വത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിനെയും കിഴക്കൻ പ്രവിശ്യയിലെ സൗദി ആരാംകോയുടെ സുപ്രധാന പെട്രോളിയം സംസ്കരണ ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് ഇറാഖ് അതിർത്തി കടന്ന് ഡ്രോണുകൾ കുതിച്ചെത്തിയത്. മുൻപ് അബ്ഖൈക്ക്, ഖുറൈസ് എണ്ണ സൗകര്യങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് സമാനമായി ലോക എണ്ണ വിപണിയുടെ നട്ടെല്ല് തകർക്കുക എന്ന തന്ത്രപ്രധാനമായ ലക്ഷ്യത്തോടെയായിരുന്നു ഈ നീക്കവും. എന്നാൽ സൗദി വ്യോമ പ്രതിരോധ സേനയുടെ സമയോചിതമായ ഇടപെടൽ വഴി ആകാശത്ത് വെച്ച് തന്നെ ഇവ മുഴുവനായും തകർക്കാൻ സാധിച്ചു എന്നതാണ് സത്യം. ഇറാഖി പ്രദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഇറാൻ അനുകൂല സായുധ സംഘങ്ങളാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കൃത്യമായ നിരീക്ഷണവും പ്രതിരോധ സംവിധാനങ്ങളും കാരണം എണ്ണ മേഖലയിൽ വലിയ ഭൗതിക നാശനഷ്ടങ്ങളോ ആഗോള ഇന്ധന വിപണിയിൽ തടസ്സങ്ങളോ സൃഷ്ടിക്കാൻ ആക്രമണകാരികൾക്കായില്ല. ഇതിനെ തുടർന്ന് സൗദി അറേബ്യ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ നയതന്ത്ര മുന്നറിയിപ്പാണ് ഇറാഖ് ഭരണകൂടത്തിന് നൽകിയിട്ടുള്ളത്. സ്വന്തം മണ്ണ് അയൽ രാജ്യങ്ങൾക്കെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്ന് ഇറാഖിനോട് സൗദി ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ പരമാധികാരവും സാമ്പത്തിക ഭദ്രതയും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കാൻ ഏതുതരം തിരിച്ചടിക്കും സൗദിക്ക് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയ മന്ത്രാലയം ഇത്തരം പ്രകോപനങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നും കൂട്ടിച്ചേർത്തു. സൗദിയെ ലക്ഷ്യമിട്ടിട്ടുള്ള ഡ്രോണുകൾക്ക് പുറമെ പശ്ചിമേഷ്യയുടെ മറ്റതിർത്തികളിലും ഒരേ സമയം സംഘർഷം പടരുകയാണ്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിലൂടെ സൗദിയുടെ യാൻബു തുറമുഖത്തേക്ക് ഇന്ധനവുമായി സഞ്ചരിച്ചിരുന്ന എണ്ണക്കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടു. അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര പാതകളിൽ ഭീതി വിതയ്ക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ തക്കതായ മറുപടി നൽകുമെന്ന് സൗദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ വടക്കൻ ഇറാഖിൽ താവളമടിച്ചിട്ടുള്ള ഇറാൻ വിരുദ്ധ കുർദിഷ് വിമത സംഘങ്ങളുടെ ക്യാമ്പുകൾക്ക് നേരെയും ശക്തമായ ഡ്രോൺ പീരങ്കി ആക്രമണം നടന്നു. ഇതേ സമയം തന്നെ അയൽ രാജ്യമായ ജോർദാനും തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി അറിയിച്ചിട്ടുണ്ട്. ഇത് മേഖലയിലുടനീളം ഒരു സമാന്തര യുദ്ധമുന്നണി തുറക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് നിരീക്ഷകർ കരുതുന്നു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിൽ തങ്ങളുടെ പിടിമുറുക്കാൻ ഇറാൻ വീണ്ടും ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ആവശ്യമായ സുരക്ഷാ അനുമതികളോ മുൻകൂർ വിവരങ്ങളോ ഇല്ലാതെ കടന്നുപോകാൻ ശ്രമിച്ച 6ഓളം അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളെ ഇറാൻ നാവികസേന നിർബന്ധപൂർവ്വം തിരിച്ചയച്ചതായി ഇറാൻ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷയും നിയന്ത്രണവും ഉറപ്പാക്കുന്നതിനായി ഇറാനും ഒമാനും തമ്മിൽ ഒന്നിലധികം റൗണ്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും കടലിടുക്കിലെ ഇറാൻ സൈനിക സാന്നിധ്യം അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമ ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. UAE അധിഷ്ഠിത പ്രമുഖ വിമാന കമ്പനികളായ എമിറേറ്റ്സും എയർ അറേബ്യയും കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ചില സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തിട്ടുണ്ട്. വ്യോമാതിർത്തികളിൽ പെട്ടെന്നുണ്ടാകുന്ന ഡ്രോൺ ഭീഷണികളും വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് മുൻകൂർ നടപടിയെന്ന നിലയിൽ വിമാന സർവീസുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട രാജ്യാന്തര സർവീസുകൾ തടസ്സമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും യാത്രക്കാർ പുറപ്പെടുന്നതിന് മുമ്പ് വിമാന കമ്പനികളുടെ ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധി കേവലം സൈനിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ആഗോള എണ്ണവിലയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ, അന്താരാഷ്ട്ര ചരക്ക് സേവനങ്ങളുടെ ഇൻഷുറൻസ് നിരക്കുകളിലെ വർധനവ്, ഗൾഫ് മേഖലയിലെ ദശലക്ഷക്കണക്കിന് പ്രവാസി തൊഴിലാളികളുടെ സുരക്ഷാ ആശങ്കകൾ എന്നിവയെല്ലാം ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടം ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം പ്രഖ്യാപിച്ചതും സമാധാന നയതന്ത്രത്തിന് വഴി തുറക്കാനാണെന്നായിരുന്നു വാദം. എന്നാൽ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി വാഷിംഗ്ടണുമായി ചർച്ചകൾക്ക് മുന്നിട്ടിറങ്ങില്ലെന്ന കർശന നിലപാടിലാണ് ടെഹ്റാൻ ഭരണകൂടം. ഈ ഘട്ടത്തിലാണ് ഖത്തർ, ഒമാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തുള്ളത്. സമാധാന ചർച്ചകളുടെ മേശപ്പുറത്ത് കൈകോർക്കുമ്പോഴും പുറത്ത് പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് പരമാവധി നയതന്ത്ര മേൽക്കോയ്മ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാന പങ്കാളികൾ. വലിയൊരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകാതെ മേഖലയിലെ സംഘർഷത്തിന്റെ തീവ്രത നിലനിർത്തുക എന്ന ഈ സൂക്ഷ്മതന്ത്രം എത്രത്തോളം മുന്നോട്ട് പോകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഒരു ചെറിയ തെറ്റായ കണക്കുകൂട്ടൽ പോലും പശ്ചിമേഷ്യയെ മുഴുവൻ വിഴുങ്ങുന്ന വൻ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം. ഭൗമ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വിതയ്ക്കപ്പെടുന്ന ഈ അനിശ്ചിതത്വം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തളർത്തുന്നതിന് മുമ്പ് സുസ്ഥിരമായ ഒരു സമാധാന കരാറിലെത്തുക മാത്രമാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലുള്ള ഏക വഴി.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.